ഒരു കാര്യം കൂടി, ഈ അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്ത് എന്ന് മാത്രമല്ല, ഗുണ്ടകളുടെ കാര്യം മെയ് 4-ന് ശേഷം തീരുമാനിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അമിത്ഷാ സംസാരിക്കുന്നു. മോദിയും അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഒരു തീരുമാനിച്ചുറച്ചിട്ടുള്ള കാര്യമാണ്? ഗുണ്ടകളെ നേരിടുക എന്നുള്ളത് അത് സെൻട്രൽ ഏജൻസീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ല, ഫോഴ്സ് ഉപയോഗിക്കും. ആ ഫോഴ്സ് ഇപ്പോൾ 300 കവചിത വാഹനങ്ങൾ ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് ബംഗാളിലെത്തിയിട്ടുണ്ട്. അതിൽ 200 എണ്ണം ബംഗാളിൽ കിടന്നു, 100 എണ്ണം അവിടുന്ന് മണിപ്പൂരിലേക്ക് പോയി. വാസ്തവത്തിൽ ഈ 300 എണ്ണവും മണിപ്പൂരിലേക്കുള്ളതാണ്. ബംഗാൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വായുജത്തെ മണിപ്പൂർ ഈസ് ഗോയിങ് ടു ബി ഹാൻഡിൽഡ് റൂത്ത്ലെസ്ലി. അവിടുത്തെ നോൺസെൻസ് അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആർമേഡ് വെഹിക്കിൾ എന്ന് പറയുന്ന കവചിത വാഹനം, അത് മിലിറ്ററിയുടെ വലിയൊരു വെച്ചാൽ അതിൻ്റെ നേർക്ക് ബോംബ് എറിഞ്ഞാൽ അതിനൊന്നും സംഭവിക്കില്ല, ഗ്രനേഡ് എറിഞ്ഞാൽ ചുമ്മാ ഇങ്ങോട്ടങ്ങ് വരികയാണത്. അതാണ് ആർമേഡ് വെഹിക്കിൾ. അപ്പോൾ ഈ ആർമേഡ് വെഹിക്കിൾ വെൻ ദേ ഡിപ്ലോയ് ഇറ്റ് ഫ്രം കാശ്മീർ ടു മണിപ്പൂർ, അതിനിടയ്ക്ക് തൽക്കാലം ഒന്ന് ബംഗാളിൽ ഒന്ന് പെരുമാറിയിട്ട് അവരും മണിപ്പൂരിലേക്ക് പോകും. മണിപ്പൂർ ശാന്തമാക്കിയിട്ടേ മോദി അടങ്ങുള്ളൂ. കാരണം അവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത്, ചുമ്മാ തോക്കെടുത്തതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ മിനിഞ്ഞാന്നും 3 പേര് മരിച്ചു. അവർ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മ്യാൻമർ ബോർഡർ കംപ്ലീറ്റ് സീൽ ചെയ്യും മിലിറ്ററി വെച്ചിട്ട്. ഇന്ത്യൻ മിലിറ്ററി, ആസാം റൈഫിൾ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF, ഈ 4 പേരാണ് മണിപ്പൂർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതിപ്പം ഈ ബംഗാൾ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ, ചിലപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ മണിപ്പൂരിൽ തുടങ്ങും. കാരണം ഇറ്റ് ഈസ് അൺബെയറബിൾ ഈ നോൺസെൻസ്. അപ്പോൾ അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ നോക്കാനായിട്ട് മോദിയും അമിത്ഷായും തമ്മിൽ ഗൂഢാലോചനയൊന്നും വേണ്ട. അത് അതിൻ്റെ ഏജൻസികൾ നോക്കിക്കോളും.